ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവർക്കും കിഡ്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവരും പഠിക്കാൻ റെഡിയല്ലേ? എങ്കിലിതാ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറും ബൈക്കും സ്കൂട്ടറും എയ്റോപ്ലെയിനും ഇവയൊക്കെ കാണിക്കാനും പരിചയപ്പെടുത്താനുമാണ്. നമ്മൾ എന്തിനാണ് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ? ഏതൊക്കെ വാഹനങ്ങളാണ് മക്കൾക്കറിയുന്നത്? റോഡിലൂടെ പോകുന്നവയുണ്ട്, അതുപോലെ ആകാശത്തുകൂടി പറന്നു പോകുന്നവയുണ്ട്, പിന്നെയോ റെയിൽ പാളത്തിൽ കൂടി പോകുന്ന ട്രെയിനുണ്ട്. വെള്ളത്തിൽ കൂടി പോകുന്ന വാഹനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? എങ്കിൽ ഇന്നത്തെ ക്ലാസ് ഈ വാഹനങ്ങളെ പറ്റിയാണ്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. വെഹിക്കിൾസ്. വെഹിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? വാഹനങ്ങൾ. We use vehicle to go from one place to another. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാനും മറ്റുമായി ഉപയോഗിക്കുന്നവയാണ് വെഹിക്കിൾസ്, വാഹനങ്ങൾ. മക്കളുടെ വീട്ടിൽ വാഹനങ്ങൾ ഉണ്ടല്ലേ? സ്കൂട്ടി ഉണ്ടാകാം, കാർ ഉണ്ടാകാം, ബൈക്ക് ഉണ്ടാവാം, ഓട്ടോറിക്ഷ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും വാഹനങ്ങളൊക്കെ പരിചയമുണ്ടല്ലേ? ഇതാ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ റോഡിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോഡ് ട്രാൻസ്പോർട്ട്. ഏതൊക്കെയാണ് നമ്മൾ റോഡിലൂടെ ഉപയോഗിക്കുന്നവ? സ്കൂട്ടർ, വാൻ, കാർ, ബസ്, ഓട്ടോറിക്ഷ, ലോറി, ഇങ്ങനെ കുറേ വാഹനങ്ങളുണ്ടല്ലേ? ഏതൊക്കെയാണ് റോഡ് ട്രാൻസ്പോർട്ട്? സ്കൂട്ടർ, വാൻ, കാർ, ബസ്, ഓട്ടോറിക്ഷ, ലോറി, ഇതുപോലുള്ള വാഹനങ്ങളാണ് റോഡ് ട്രാൻസ്പോർട്ട്. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നവ. എങ്കിൽ എയർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവ ഏതൊക്കെയാണ്? എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ. എയ്റോപ്ലെയിൻ വിമാനം. വിമാനം ഏറ്റവും വേഗതയുള്ളൊരു വാഹനമാണല്ലേ? അതുപോലെ തന്നെ റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ റെയിൽ പാളം വഴി സഞ്ചരിക്കുന്ന വാഹനം ഏതാണ്? എല്ലാവർക്കും അറിയാമല്ലേ? ട്രെയിൻ. സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ട്രെയിനും സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിനും. പാസഞ്ചർ ട്രെയിൻ ആൻഡ് ഗുഡ്സ് ട്രെയിൻ. അതുപോലെ വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെ വാഹനങ്ങൾ നിങ്ങൾക്കറിയാം? ബോട്ട്, ഷിപ്പ്, ഇതൊക്കെ അറിയാമല്ലേ? വെള്ളത്തിൽ കൂടി തന്നെ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നവയാണ് ബോട്ട്, ഷിപ്പ്, അതേപോലെ മോട്ടോർ ബോട്ട്, സെയിലിംഗ് ബോട്ട്. ഇങ്ങനെ പല രീതിയിലുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്? റോഡ് ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്. ഒന്നുകൂടി നമുക്ക് റോഡ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. റോഡിലൂടെ യാത്ര ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് സ്കൂട്ടർ, വാൻ, കാർ, ബസ്, ഓട്ടോറിക്ഷ, ലോറി.
ഇതുപോലുള്ള വാഹനങ്ങൾ. അതുപോലെ തന്നെ എയർ ട്രാൻസ്പോർട്ട്. ഏതൊക്കെയാണ്? എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ. എയ്റോപ്ലെയിനും ഹെലികോപ്റ്ററും ഒക്കെ മക്കൾ കണ്ടിട്ടില്ലേ? ആകാശത്തു കൂടി പറന്ന് നടക്കുന്ന ഹെലികോപ്റ്ററും വിമാനവും നല്ലൊരു കാഴ്ചയാണല്ലേ? അതുപോലെ റെയിൽ ട്രാൻസ്പോർട്ട്. ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള പാസഞ്ചർ ട്രെയിൻ. അതുപോലെ സാധനങ്ങൾ കയറ്റാനുള്ള ഗുഡ്സ് ട്രെയിൻ. അടുത്തതായി വാട്ടർ ട്രാൻസ്പോർട്ട്. വെള്ളത്തിലൂടെ യാത്ര ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നവ ഏതൊക്കെയാണ്? ബോട്ട്, ഷിപ്പ്, മോട്ടോർ ബോട്ട്, സെയിലിംഗ് ബോട്ട്. കപ്പലുകളും ബോട്ടുകളും സഞ്ചരിക്കുന്നത് എവിടെയാണ്? വെള്ളത്തിലൂടെയാണല്ലേ? Ships and boats sail on water. ഏതൊക്കെയാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവ? ബോട്ട്, ഷിപ്പ്. ബോട്ടും ഷിപ്പുമൊക്കെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നവയാണ്. വാഹനങ്ങളുടെ പേരുകളൊക്കെ മക്കൾക്കറിയാമല്ലോ? ഒന്നുകൂടി പറയാം. ഏതൊക്കെ രീതിയിലാണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? റോഡ് മാർഗം, അതാണ് റോഡ് ട്രാൻസ്പോർട്ട്. അതുപോലെ എയർ ട്രാൻസ്പോർട്ട്. വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്നത് എയർ ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ റെയിൽ ട്രാൻസ്പോർട്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റെയിൽ ട്രാൻസ്പോർട്ട്. അതുപോലെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ബോട്ട്, ഷിപ്പ്. എന്താണ് അവയ്ക്ക് പറയുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ട്. ഇപ്പോൾ പേരുകളൊക്കെ പിടികിട്ടിയല്ലോ? എങ്കിൽ ഈ വാക്കുകൾ പഠിക്കുക, നന്നായി ഓർത്തു വെക്കുക. ഓക്കേ, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.